യിരിക്കും. നിങ്ങളിൽ ഒരാൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എപ്പോൾ? മാദാമ, നാം ആയിരിക്കുമ്പോഴെല്ലാം, ഓരോ വ്യക്തിയും ആയിരിക്കുമ്പോഴെല്ലാം. എവിടെ? ഫീ മുസല്ലാഹുല്ലദീ സല്ലാ ഫീഹി, താൻ നമസ്കരിച്ച ആ മുസല്ലയിൽ, നമസ്കരിച്ച ആ ഇടത്ത് ഒരാൾ ഇരിക്കുമ്പോഴെല്ലാം അള്ളാഹുവിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഒരു കണ്ടീഷൻ പറഞ്ഞു, മാലം യുഹദിസ്, അവന്റെ ഉളൂ മുറിയാത്തിടത്തോളം കാലം എന്ന്. വേറെയും വ്യാഖ്യാനങ്ങൾ അവിടെ പറയപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പ്രസിദ്ധമായ വ്യാഖ്യാനം ഇത് തന്നെയാണ്. അയാളായിരിക്കുമ്പോഴെല്ലാം അയാൾക്ക് ഉളൂ വേണം. ഉളൂ മുറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം പോയി, വീണ്ടും ഉളൂ എടുത്ത് വന്നിരിക്കണം എന്ന്. മറ്റൊരു വ്യാഖ്യാനം അവിടെ ചില പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത്, ഉളൂ മുറിയൽ മാത്രമല്ല, ആ ഇരുത്തത്തിൽ ഒരാളെ കുറിച്ച് ഗീബത്ത് പറയരുത്, അതുപോലെ തന്നെ തെറ്റായ ഒരു കാര്യവും ഉണ്ടാകരുത്. ആ നിലക്ക് തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഒരാൾ നമസ്കരിച്ച അതേ സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ, ആ എത്ര നേരമാണോ ഒരാൾ ഇരിക്കുന്നത് അത്രയും നേരം ഇടതടവില്ലാതെ മലക്കുകൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുവേ ഈ വ്യക്തിക്ക് നീ പുറത്തു കൊടുക്കണമേ. അല്ലാഹുമ്മ റഹംഹു, ഈ വ്യക്തിയോട് നീ കരുണ ചെയ്യണേ അല്ലാ. മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം അല്ലാഹുമ്മ തുബ് അലൈഹി, അദ്ദേഹത്തിന്റെ തൗബ, അദ്ദേഹം നിന്നോട് തൗബ ചെയ്യുന്നു അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണേ എന്ന്. സഹോദരങ്ങളെ, നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കണിശമായും അവർ ജമാഅത്തിന് പള്ളികളിൽ പോകേണ്ടവരാണ്. ആ നമസ്കാരത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയം നമ്മൾ കുറച്ചു നേരത്തെ പള്ളിയിലെത്തി, നമ്മൾ നമസ്കാരം നിർവഹിച്ചവിടെ ഒരു നമസ്കാരത്തെ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിന്റെ വേള പോലും ആ നമസ്കാരത്തിന്റെ അതേ പ്രതിഫലമാണ് ഉള്ളത് എന്നുള്ളത് ഒരു മഹത്വം. അതോടൊപ്പം